ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഗാർഡനിൽ നിന്ന് ഇന്ന് ഒത്തിരി പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ പച്ചക്കറികളാണെന്ന് നമുക്കിന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചെറി ടൊമാറ്റോ ആണ്. ചെറി ടൊമാറ്റോ ഒത്തിരി പിടിച്ചിട്ടുണ്ടായിരുന്നേ. ചെറി ടൊമാറ്റോയുടെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എൻ്റെ ചാനലിൽ ഒത്തിരി ഗാർഡൻ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാർഡൻ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇവിടെ ചെറി ടൊമാറ്റോ മാത്രമല്ല, നോർമലായിട്ടുള്ള തക്കാളികളും ഉണ്ട്. നമുക്കിന്ന് അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചെറി ടൊമാറ്റോകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുന്തിരി പോലെയാണ് കേട്ടോ നിൽക്കുന്ന കാണാനായിട്ട്. ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പഴുത്ത് വന്നേക്കുന്ന ചെറിയ ടൊമാറ്റോകൾ നമുക്കിന്ന് പറിച്ചെടുക്കാമേ. കഴിഞ്ഞ വർഷത്തെക്കാളും ഒത്തിരി തക്കാളികൾ നമുക്കിപ്പോൾ ഇപ്രാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാടെണ്ണം ഇതുപോലെ ഇങ്ങനെ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഇങ്ങനെ വാടിയും പോകുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രാണികൾ ഇതിൽ വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ തക്കാളി ആയിരിക്കുമ്പോൾ തന്നെ അതിൽ വന്നിങ്ങനെ കൊത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വാടി പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊത്തുന്ന ചില തക്കാളികളിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ പുഴു വരുന്നുണ്ട് കേട്ടോ. തക്കാളികളിൽ ഇങ്ങനെ പ്രാണികൾ വന്ന് കൊത്തുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ വെച്ച് ഇതിനെ ഇങ്ങനെ ഒരു കൂടാക്കി കെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തക്കാളികളിൽ അധികം വന്ന് കൊത്താറില്ല. ചെറിയ തക്കാളികളിലാണ് കേട്ടോ ഇത് വന്ന് കൂടുതലായിട്ട് കൊത്തുന്നത്. വലിയ തക്കാളികളായതിനു ശേഷം ഇതങ്ങനെ കൊത്താറില്ല. എന്തായാലും നമ്മളിങ്ങനെ മറച്ച് വെക്കുന്നതുകൊണ്ട് കുറേ തക്കാളികളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കേടൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള തക്കാളികൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നേ. ഇപ്രാവശ്യം നമുക്ക് അധികം വലിപ്പമുള്ള തക്കാളികളല്ല കേട്ടോ. കുറച്ചൊരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളികളാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തക്കാളി തന്നെയാണ് കേട്ടോ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ സീഡുകൾ നോർമലി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കറി വയ്ക്കാൻ വാങ്ങിക്കുന്ന ആ ഒരു തക്കാളിയുടെ സെയിം സീഡ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് തക്കാളിയാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതേ വലിപ്പത്തിനുള്ള തക്കാളി തന്നെ കേട്ടോ കിട്ടുന്നുണ്ടായിരുന്നത്. നല്ലതുപോലെ പഴുത്ത് നിൽക്കുന്ന തക്കാളിയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ എടുക്കാനായിട്ട്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഒത്തിരി പഴുത്തു പോയാൽ നമ്മൾ കുറച്ച് ദിവസം വെച്ചേക്കുമ്പോൾ കേടൊന്നും ആവത്തില്ല. കാര്യം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാശമായി പോവുകയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ ഉള്ള തക്കാളി ആയതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഈ 2 പച്ച തക്കാളി ഇതാ ഇങ്ങനെ വാടി നിൽക്കുകയാണ് കേട്ടോ. ഇത് നമുക്കിനി യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. ഇത് വേറൊരു ഷേപ്പായിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. അത് പഴുത്തിട്ടുണ്ട് ില്ല കേട്ടോ, മറച്ച് നിർത്തിയൊക്കെയാണ്. പിന്നെ ഈ ഒരു കുഞ്ഞു തക്കാളിയിലൊക്കെ ഒരുപാട് അത് കൊത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്കിനി യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. അത് മാത്രമല്ല, ഇത് കൊഴിഞ്ഞു വീഴും കേട്ടോ. വാടി അങ്ങ് പോവും ഫുള്ളായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബജിമുളകാണ് കേട്ടോ. ബജിമുളക് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളകും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മുളകിൻ്റെ ഹാർവെസ്റ്റിംഗ് വീഡിയോ. ബജിമുളക് അത്യാവശ്യം നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അത്രയും വലിപ്പത്തിനുള്ള ബജിമുളകാണ് കേട്ടോ പിടിച്ചേക്കുന്നത്. കുറച്ചധികം ബജിമുളകുണ്ട്. നമുക്കതൊക്കെ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാമേ. ഈ ഒരു മുളകിലും ആ ഒരു പ്രാണി കൊത്തുന്നുണ്ട് കേട്ടോ. കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ട് മുളക്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ആ പ്രാണികൾ വന്ന് അറ്റാക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടൊന്നും ഇട്ട് നിർത്തിയിട്ടില്ല കേട്ടോ. തക്കാളികളിലാണ് കൂടുതൽ ഇവനിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ പാവയ്ക്കയിലും പിന്നെ അതുപോലെ തന്നെ കുക്കുംബറിലും അറ്റാക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ബജിമുളക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ബജിമുളകുകളാണ്. നമുക്ക് ഇതിന്ന് നല്ല മൂത്തത് നോക്കി ഇന്ന് കട്ട് ചെയ്തെടുക്കാമേ.
ഇനി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത് വഴുതനങ്ങകളാണ് കേട്ടോ. വഴുതനങ്ങകൾ 2 ടൈപ്പ് ഉണ്ട്, കുറച്ച് നീളമുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കത്തിരിക്ക ആ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. 2 പർപ്പിൾ കളറാണുള്ളത്. ഗ്രീൻ കളർ എൻ്റെ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതെല്ലാം പർപ്പിൾ കളറാണ്. അത്യാവശ്യം മൂത്തത് നോക്കി നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാമേ. അത്യാവശ്യം വലിപ്പമുള്ള കത്തിരിക്കകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത് പാവയ്ക്കയാണ്, കൈപ്പയ്ക്ക ഇതുപോലെ ആ പ്രാണികൾ വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കവറിട്ട് നിർത്തിയൊക്കെയാണ്. അധികമൊന്നുമില്ല, ഒരെണ്ണമാണ് കേട്ടോ അത് കുറച്ച് വലുതായി വന്നിട്ടുള്ളത്. ഒരുപാട് പാവയ്ക്ക ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാണികൾ വന്ന് കൊത്തുന്നത് കൊണ്ട് തന്നെ എല്ലാം വാടി പോകുന്നുണ്ടായിരുന്നേ. പാവയ്ക്കകൾ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കവറിട്ട് നിർത്തണം, ഇല്ലെങ്കിൽ എല്ലാം പോവും കേട്ടോ. ഒരുപാടെണ്ണം അങ്ങനെ വാടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കവറിട്ട് നിർത്തുന്നതുകൊണ്ട് അത്യാവശ്യം കുറച്ച് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയ പച്ചക്കറികൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടേ. ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാമേ. ബജിമുളകാണ് കേട്ടോ കുറച്ചധികം നമുക്ക് ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ തക്കാളികളൊക്കെ ഉണ്ടായിരുന്നു, അധികം നന്നായിട്ട് പഴുത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനതൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ UAE-യിലായാലും പച്ചക്കറിക്കൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് ഞാനങ്ങനെ പുറത്തുനിന്ന് തക്കാളി ആയാലും മുളകായാലും അങ്ങനത്തെ പച്ചക്കറികളൊന്നും വാങ്ങിക്കാറില്ല. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബെനിഫിറ്റാണ് കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് നമുക്ക് നല്ല റേറ്റ് കൂടിയിരിക്കുമ്പോൾ ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.